ഇനി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ പരിപാടി ഇവിടെ ക്രമീകരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തായിട്ടുള്ള എറണാകുളത്തുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര്, അവരുടെ അഘോരാത്രമായിട്ടുള്ള പ്രയത്നം അത് ഫലപ്രദമായി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൂടാതെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സെബാസ്റ്റ്യൻ സാറ്, സാക്ഷിയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച സെബാസ്റ്റ്യൻ സാറ്, അതുപോലെ ബ്രദർ ജോൺസൺ, അതുപോലെ റോയ് വി പോൾ സാറ്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, അവരോട് ചേർന്നുള്ള അനേക സഹോദരങ്ങൾ രാപ്പകൽ ഇതിനു വേണ്ടി അധ്വാനിച്ചു. നിങ്ങളുടെ പ്രയത്നങ്ങളെ കർത്താവ് മാനിക്കട്ടെ. ഇതേപോലുള്ള വേദി ഒരുക്കി തന്നതിനുള്ള നന്ദിയും നിങ്ങൾക്ക് അറിയിക്കുകയും വന്ന് കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് ഒറ്റ വാക്കിൽ എൻ്റെതായിട്ടുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾക്കുള്ള അവസരമായിട്ട് മാറ്റുകയാണ്. പൊതു ചോദ്യോത്തരത്തിന് അവസരം നൽകുകയാണ്. ചോദ്യങ്ങൾ പറയാനുള്ള അവസരമില്ല, എഴുതി തരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വോളണ്ടിയേഴ്സായ സഹോദരന്മാർ ചിലർ ദയവായി മുൻപോട്ട് വരിക. വോളണ്ടിയേഴ്സായ ചില സഹോദരന്മാർ മുൻപോട്ട് വരിക. ഈ സംവാദത്തിൽ നിന്ന് അവരെന്തുകൊണ്ട് മാറി എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമുള്ള നോട്ടീസാണ്. ഇവരുടെ പകല് നമ്മളിങ്ങോട്ട് യോഗത്തിന് വന്നപ്പോൾ അവരവിടെ നിങ്ങോട്ട് വിതരണം ചെയ്തായിരുന്നു. അതിനുള്ള മറുപടി ഈ നിങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്ന നോട്ടീസിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചോണ്ട് പോകണം. ദയവായി മുസ്ലിം സഹോദരന്മാരാണെങ്കിലും ഖുർആൻ മലയാളത്തിൽ ഒന്ന് വായിക്കണം. അറബിയിൽ പഠിച്ച് അറബിയിൽ വായിക്കുക മാത്രമല്ല, നിങ്ങൾ ദയവായി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഖുർആൻ ഒന്ന് വായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ താഴ്മയായ അപേക്ഷ. ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഇത് വായിക്കുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള 2 പ്രഭാഷണങ്ങളിലൂടെയും നമുക്ക് വെളിപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്വം തൗറാത്തിൽ, ഇഞ്ചിയിൽ, ഖുറാനിൽ, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് 2 പേരും പ്രഭാഷണം നടത്തിയത്. ഇതിൻ്റെ കൺക്ലൂഷനായി പറയുന്ന ഒറ്റ വാക്കി പറയാം, ഐക്യത, വ്യത്യസ്തത. ഇത് രണ്ടുമായിരുന്നല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഒരു കാര്യം ക്ലിയറാണ്, ഖുറാനും വേദപുസ്തകവുമായി ദൈവീക വിഷയത്തിൽ യാതൊരു ഐക്യതയും ഇല്ല. ഉള്ളത് വ്യത്യസ്തതകൾ മാത്രം. ആ വ്യത്യസ്തത വെച്ചുകൊണ്ട് ഒരു കാരണവശാലും വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഖുറാനിലെ അള്ളാഹുവാണ് ബൈബിളിലെ ദൈവമെന്ന് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അതുകൊണ്ട് ക്രിസ്തീയ സഹോദരന്മാർ ഇതുവരെ ധരിച്ചിരുന്ന ധാരണകളെല്ലാം തെറ്റിദ്ധാരണകളാണെന്നും അത് നിങ്ങൾ തിരുത്തണമെന്നും അപേക്ഷിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ. മറ്റൊരു കാര്യം, നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ പത്രവാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളാരും കണ്ടുപിടിച്ചതല്ല. പ്രേമത്തിലൂടെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വളഞ്ഞ വഴിയിലൂടെ സ്നേഹം നടിച്ച് അവരെ ഇസ്ലാം മതത്തിൽ ചേർക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന കാര്യം മനോരമ, കേരള കൗമുദി, കലാകൗമുദി ആദിയായ പത്രങ്ങൾ, മാസികകളിലൂടെയും വാരികളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരിച്ച് പഠനത്തിൽ വിടുക. പ്രേമിക്കുന്നതെല്ലാം ജീവിക്കാൻ വേണ്ടിയല്ല, കുരുക്കനാക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മക്കളെ വിടണം എന്നൊരു അപേക്ഷയും കൂടെ ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു ചോദ്യത്തിന് എന്നോടുള്ള പേഴ്സണൽ ചോദ്യമായതുകൊണ്ട് മറുപടി പറയട്ടെ. ഒരു സമുദായം ആരാധിക്കുന്ന ദൈവത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് ഒരച്ഛന് പറഞ്ഞിട്ടുള്ളതാണോ? നിങ്ങൾ അവസാനം സൂറ 25-26 എന്നിങ്ങനെ വിശേഷിപ്പിച്ചതല്ലാതെ വ്യക്തമാക്കിയില്ല. ചില അക്ഷരപ്പിശകുകൾ വരാൻ കാരണം അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും, കാരണം ഞാൻ അറബി പഠിച്ചവനല്ല, ഞാൻ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ നൈപുണ്യമുള്ളവനല്ല. എന്നാൽ അറബി ഭാഷ നന്നായി പഠിച്ച 2 വ്യക്തികളിവിടെ ഉണ്ട്. അവരാണ് അതിൽ അസ്കർ ബ്രദറാണ് എൻ്റെ ഗുരുസ്ഥാനി. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായം ആരാധിച്ചു പോരുന്നവനായ യേശുവിനെ കുറിച്ച് മദ്യം വിളമ്പുന്നവനാണെന്ന് പറയുന്നത് എൻ്റെ സ്നേഹിത ശരിയാണോ? MM അക്ബർ സാഹിബിനെ നിങ്ങൾ വിലക്കാതിരുന്നാൽ ഇതേപോലുള്ള സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. നിങ്ങൾക്കത് വേദനിക്കും, ഞങ്ങൾക്കും വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവം എന്തുകൊണ്ട് ഇസ്ലാം മതം സംഹിതകൾ വിശ്വസിക്കാൻ അവരെ അനുവദിക്കുന്നു? ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ചിന്തകളിൽ ഒരിക്കലും കൈകടത്താറില്ല. നന്മയും തിന്മയും എല്ലാം ലോകത്തിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കാനുള്ള അവസരവും മനുഷ്യനുണ്ട്. ദൈവം അനുവദിച്ചതല്ല. ഒരു വാക്യം കൊണ്ട് പോലും ഇസ്ലാം മതം വിശ്വസിക്കാൻ ദൈവം അവരെ അനുവദിക്കും നമുക്ക് പറയാൻ പറ്റിയല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് ആ ഒരു വാചകം പറയാൻ പോലും പറ്റും. ദൈവം അനുവദിക്കുന്നതല്ല. വേദപുസ്തകത്തിൻ്റെ വാക്യം അനുസരിച്ച് വേദപുസ്തക സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ
ദൈവമല്ല അത് അനുവദിക്കുന്നത്, പിശാചാണ് അത് അനുവദിക്കുന്നതെന്നാണ് വേദപുസ്തകം വിളിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ഉണ്ടായത് ഏത് വർഷം, ബൈബിൾ ലഭിച്ചത് ഏത് വർഷം, ഏത് കാലം മുതൽ ബൈബിളിൽ നിന്നും ഖുർആൻ കടമെടുത്തിട്ടില്ലേ? ഇത് സിമ്പിളായ ഒരു ചോദ്യമാണ്. ബൈബിളിൻ്റെയും വളരെ ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. ബൈബിളിൻ്റെയും ഖുർആൻ്റെയും കാലങ്ങൾ തന്നെ ഇവിടെ ജെറുസാർ പറഞ്ഞപ്പോൾ പറഞ്ഞു 23 വർഷത്തെ കാലയളവിലാണ് 6666 സൂക്തങ്ങളും മുഹമ്മദ് നബിക്ക് ലഭിക്കുന്നത്, വെളിപ്പാട് കിട്ടുന്നത്. 23 വർഷം, ഒരാൾ 23 വർഷം, മനസ്സിലായി കാണുമല്ലോ. അത്രയും കൊണ്ട് കിട്ടുന്നതാണ് ഖുർആൻ. അതേസമയത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ എഴുത്തുകാരനും അവസാനത്തെ എഴുത്തുകാരനും തമ്മിലുള്ള കാലയളവെന്ന് പറയുന്നത് 1600 വർഷമാണ്. ഈ 1600 വർഷത്തിൻ്റെ ഇടയ്ക്ക് 40-ലധികം എഴുത്തുകാർ വ്യത്യസ്ത നിലവാരത്തിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത ജീവിത തലങ്ങളിൽ, വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ആയിരുന്ന വ്യക്തികൾ ഒരുമിച്ച് ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതിയതാണ് വിശുദ്ധ വേദപുസ്തകം. അതിനകത്ത് എനിക്ക് ഒത്തിരി ആവേശമുള്ള കാര്യമെന്ന് പറയുന്നത്, ഇത്രയും വ്യക്തികൾ ഇത്രയും കാലക്കണക്കിന് വ്യത്യാസത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതിയിട്ടും ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം എഴുതിപ്പോയെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനകത്ത് തെറ്റുപറ്റി, അതിനകത്ത് അബദ്ധങ്ങൾ പറ്റി എന്ന് പറയുന്നത് തന്നെ അതിനേക്കാൾ നോക്കേണ്ടത് എങ്ങനെ ഇത് ഒന്നായി എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മനുഷ്യന്റെ വീഴ്ചയിൽ തുടങ്ങിയിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യനെയും കൊണ്ട് പർദീസിലേക്ക് മടങ്ങി വരുന്ന ദൈവത്തിന്റെ മനോഹര ചിത്രത്തോടെ ബൈബിൾ അവസാനിക്കുമ്പോൾ അതല്ലേ ദൈവികമെന്ന് പറയുന്നത്? ഇടിയുടെ മുഴക്കത്തിൽ സീനായി മലയിൽ വെച്ച് ദൈവം എഴുതി തുടങ്ങിയ ദൈവത്തിന്റെ വചനം പത്മോസ് ദ്വീപിൽ വെച്ച് ഇടിമക്കളിൽ ഒരുവനായ യോഹന്നാനെ കൊണ്ട് എഴുതി അവസാനിപ്പിച്ചു. അതിനപ്പുറത്തൊരു വെളിപ്പാടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈ അവസാനത്തെ എഴുത്തുകാരൻ യോഹന്നാന്റെ എഴുത്തിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബിക്ക് വെളിപ്പാട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കടമെടുത്ത് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഒത്തിരിയും കാര്യങ്ങൾ അതിനകത്ത് കടമെടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്ഭുതങ്ങളില്ല. കടമെടുത്തത് പലതും അബദ്ധങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയെക്കുറിച്ച്, അതിന്റെ കാനോനികത്വത്തെക്കുറിച്ചുള്ള നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. When the word Canon comes, കാനോൻ എന്നുള്ള പദം വന്നിരിക്കുന്നത് Hebrew means the measurement of truth. അതിന്റെ അർത്ഥം, ആ കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ വിശകലനം ചെയ്യുന്ന മാനദണ്ഡം എന്നാണ്. In other words, why do you choose these 66 books of the Bible? എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഈ 66 പുസ്തകങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. Even in the New Testament there were many gospels. പുതിയ നിയമ കാലഘട്ടത്തിൽ ധാരാളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. Then why you do choose 4 only? Then why you choose only 4 gospels? എന്നാൽ എന്തുകൊണ്ടാണ് 4 സുവിശേഷങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്? First, ഒന്നാമതായിട്ട് when we read the Luke chapter 24, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ verse 25 to 27 says, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, Jesus says, how foolish you are to believe in the books of prophets. Do you not know that I must die and raise from the dead? ആ വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്, എന്നെക്കുറിച്ച് തിരുവെഴുത്തുകളൊക്കെയും പറഞ്ഞത് വിശ്വസിക്കാത്ത വിഡ്ഢികളെ, മന്ദബുദ്ധികളെ എന്നാണ്. And then it says he explains about himself everything which is in the law of Moses, in the books of prophets, in the book of Psalm. തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ മോശ മുതൽ, മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരുന്ന എല്ലാം തന്നെ യേശു വിശദമാക്കി കൊടുക്കുന്നു. In Hebrew we say Torah Nebim Ketubim. Hebrew Torah Nebim Ketubim. അതായത് എബ്രായ ഭാഷയിൽ അതിനെ തോറ അല്ലെങ്കിൽ തൗറാത്ത് എന്ന് അറബിയിൽ പറയും. തോറ എന്ന് ന്യായപ്രമാണം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ എഴുത്തുകൾ എന്നറിയപ്പെടുന്ന കെത്തൂബ്യം, പിന്നെ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ, which is the 39 books of the OT. ആ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർന്നാണ് 39 ഗ്രന്ഥങ്ങൾ. But someone can say even in Roman Catholic friends have some other books. എന്നാൽ ചില ആളുകൾ പറഞ്ഞിരിക്കാം കത്തോലിക്ക സഭയിലെ ബൈബിളിൽ ചില വേറെ പുസ്തകങ്ങളുണ്ട് എന്ന്. But in the second Maccabee chapter 2 verse 23 to 24 says, second Maccabee chapter 2 verse 23, രണ്ട് മക്കാബിയരുടെ പുസ്തകം ചാപ്റ്റർ 2 രണ്ടാം അധ്യായത്തിന്റെ verse 23 and 24, 23-24 വാക്യങ്ങളിൽ 232 says, അവിടെ പറയുന്ന കാര്യങ്ങൾ, that you wait for the true prophets until a true prophet arise. ഒരു സത്യപ്രവാചകൻ
വരുന്നിടം വരെയും നീ കാത്തിരിക്കണം എന്ന് പറയുന്നു. It means the author of Maccabi, when he wrote, there were no two prophets. ആ മക്കാബിയന്മാര് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവര് യുദ്ധം ചെയ്ത കാലഘട്ടത്തിൽ അവിടെ സത്യപ്രവാചകന്മാരില്ലായിരുന്നു. Again in 1 Maccabi chapter 9 verse 27 says, and 1 Maccabi chapter 41 says, wait until the true prophets will arrive. വീണ്ടും 1 മക്കാബിയർ 9:27 1 മക്കാബിയർ 4:46 നിങ്ങൾ സത്യപ്രവാചകൻ വരുന്നിടം വരെയും കാത്തിരിക്കുക എന്ന് പറയുന്നു. So the Roman Catholic Bible itself says that these additional books were written when the true prophets were not there. അതിന്റെ അർത്ഥം ആ ഉത്തമ കാനോനിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നോൺ പ്രോഫറ്റിക്കൽ അപ്പോക്രിഫൽ ബുക്സ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ ആ കാലഘട്ടത്തിൽ സത്യപ്രവാചകന്മാരില്ലായിരുന്നു എന്ന് തന്നെ ആ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. Again in Luke chapter 24 verse 44 to 46 it says, Jesus explained everything about himself which was in the law of Moses, in the books of prophets, in the book of Psalm. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളിലെ ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താൻ തന്നെ എടുത്ത് തന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാം. So Jesus used only 39 books of OT. കാരണം യേശു കർത്താവ് പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങൾ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. അതായിരുന്നു യേശുവും പഠിപ്പിച്ചത്. And NT authors, they quoted those 39 books 210 times. പുതിയ നിയമത്തിൽ 210 പ്രാവശ്യം ആ 39 പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ഉദ്ധരണികൾ എടുത്തിട്ടുണ്ട്. Jesus did not quoted any apocryphal books. ഒരു അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നും യേശു കർത്താവ് തന്റെ പഠിപ്പീരിൽ ഉപയോഗിച്ചിട്ടില്ല. Apostle did not quoted any apocryphal books. അപ്പോസ്തലന്മാർ പുതിയ നിയമം എഴുതിയ സമയത്ത് അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഉദ്ധരണികളായിട്ട് എടുത്തിട്ടില്ല. So Old Testament was decided by Christ as a 39 books. പഴയ നിയമത്തിൽ യേശു കർത്താവ് തന്നെ പഴയ നിയമത്തെ 39 പുസ്തകങ്ങളായിട്ട് പറഞ്ഞിരുന്നു. For the New Testament, Christians and the Catholic friends and Protestants have the same 27 books. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ സഹോദരന്മാര് കത്തോലിക്കരായിരുന്നാലും പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നാലും ആരായിരുന്നാലും അവരെല്ലാവരും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളാണ് മൊത്തമായിട്ട് എടുത്തിരിക്കുന്നത്. So we have 66 books. അങ്ങനെ നമുക്ക് 66 പുസ്തകങ്ങളുണ്ട്. Now question for the MM Akbar. അക്ബറിനോടുള്ള നമ്മുടെ ചോദ്യം, Sahih al-Bukhari volume 6 in the book of virtue of Quran it says, സഹീ ബുഖാരിൽ 6:40 ഇങ്ങനെ പറയുന്നു, Prophet Muhammad ordained 4 people to write the Quran. പ്രോഫറ്റ് മുഹമ്മദ് പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി 4 പേരെ ഖുർആൻ എഴുതുവാനായിട്ട് ഫരമേൽപ്പിച്ചു. Ubayy bin Ka'b, അതിനകത്ത് ഉബൈദ് ഉണ്ടായിരുന്നു, Ibn Masud, ഇബ്നു മുസ്ലിം എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, സബീർ ഉണ്ടായിരുന്നു, Mu'adh bin Jabal. ജബൽ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. Mu'adh bin Jabal and Salim were killed in the battle of Yamama. സലീമും മറ്റേ സഹോദരനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. But 2 people who remained, 2 പേർ മാത്രമേ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. Ibn Masud has in Quran 111 chapters. അത് 111-ാമത്തെ അധ്യായത്തിൽ സൂറയിൽ കാണാൻ സാധിക്കും. Ubayy bin Ka'b has 116 chapters. എന്നാൽ ഉബൈദിന്റെ ഖുറാനിലാകട്ടെ 116 അധ്യായങ്ങളും കാണാം, സൂറകളും കാണാം. MM Akbar is having 114 chapters. എന്നാൽ എന്തുകൊണ്ടാണ് അക്ബർ കൊണ്ടു നടക്കുന്ന ഖുറാനിൽ 114 സൂറകൾ മാത്രം? When Prophet Muhammad ordained these 2 authors, അക്ബർ when Muhammad ordained these 2 authors, 2 എഴുത്തുകാരെ പ്രവാചകനായ മുഹമ്മദ് നിയോഗിച്ചപ്പോൾ Ubayy bin Ka'b and Ibn Masud, ആ പറഞ്ഞ 2 പേരെ അക്ബർ മുഹമ്മദ് പ്രവാചകൻ നിയോഗിച്ചപ്പോൾ Ubayy bin Ka'b has 116 chapters in the Quran. ഉബൈയുടെ ബൈബിളിൽ ഖുറാനിൽ 116 സൂറകൾ അധ്യായങ്ങളുണ്ട്. And Ibn Masud only 111 chapters. എന്നാൽ മസൂമിന്റെ ആകട്ടെ 111 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. Akbar believes Quran was written in heaven. അപ്പോൾ അക്ബർ സാഹിബ് പറയുന്നത് ഖുറാൻ സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന്. In heaven it was 111 chapter or 116 chapter. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന 116 അധ്യായങ്ങളാണോ അതോ 111 ആണോ? അതിന്റെ ഇടയ്ക്കെങ്ങാനും വല്ലതും നഷ്ടപ്പെട്ടോ കൂട്ടിച്ചേർത്തോ? Who gave him authority to choose 114 chapter? എന്നാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഖുറാനിൽ 114 സൂറകൾ ഉപയോഗിക്കാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? As for Christian, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് Jesus says യേശു ക്രിസ്തു പറയുന്നു in Luke chapter 24 verse 27 and 44 to 46. വളരെ വ്യക്തമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 24-46 മുതൽ 44 വരെ വാക്യങ്ങൾ പറയുന്നു, Only Torah, Nebim, Ketubim, 39 books are divine inspired and we Christian believe in it. മോശയുടെ ന്യായപ്രമാണത്തിലും
പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അത് മാത്രമാണ് കർത്താവ് തന്നെ എടുത്ത് ഉദ്ധരിച്ച Where കാര്യം. Allah says in Quran that only 114 chapters are there. എവിടെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് 114 സൂറകളാണ് ഞാൻ ഖുറാനിൽ തന്നിരിക്കുന്നതെന്ന്? Where Muhammad says 114 chapters are there. മുഹമ്മദ് നബി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് 114 അധ്യായങ്ങൾ സൂറകൾ ഖുറാനിൽ ഉണ്ടായിരിക്കുമെന്ന്? How do you decide it? എങ്ങനെയാണ് നിങ്ങളിത് തീരുമാനിച്ചിരിക്കുന്നത്? Sahih al-Bukhari volume 6 hadith number 510 to 514 says, സഹീഹ് ബുഖാരി 5-ാമത്തെ അതിന്റെ വോള്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, there were many Qurans. ഒരുപാട് ഖുറാനുകൾ ഉണ്ടായിരുന്നു എന്ന്. And I have here 28 Qurans. 28 ഖുറാന്റെ പേരുകൾ എന്റെ പേക്കലുണ്ട്. Can Akbar take this challenge? എം അക്ബർ സാഹിബ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാമോ? We are right now in Akbar house. We are right now in Akbar house, his hometown. ഇന്ന് എം അക്ബർ സാഹിബ് താമസിക്കുന്ന പട്ടണത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. When he has 28 Qurans, അദ്ദേഹത്തിന് 28 ഖുറാൻ പരിഭാഷകൾ ഉള്ളപ്പോൾ why Usman burnt all the Quran and he made one Quran? എന്തുകൊണ്ടാണ് ഉസ്മാൻ ആ ഖുറാനുകളെല്ലാം കത്തിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ഖുറാൻ എഴുതിയത്? Can M.M. Akbar dare to come and have a discussion on the topic? ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എം അക്ബർ സാഹിബ് ഞങ്ങളുമായിട്ട് ഒരു സംവാദം നടത്തുവാൻ തയ്യാറാണോ? He really believes his Quran to be true. അദ്ദേഹത്തിന്റെ ഖുറാൻ ദൈവികമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് കിട്ടിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംവാദത്തിനായിട്ട്. We have some second question. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, about Trinity. തൃത്വത്തെ കുറിച്ചുള്ള സംശയം. It says, where is the word Trinity? എവിടെയാണ് വേദപുസ്തകത്തിൽ തൃത്വം എന്നുള്ള പദമുള്ളത്? We live in a scientific age. നമ്മള് ഈ ശാസ്ത്രീയ യുഗത്തിലാണ് ജീവിക്കുന്നത്. In this scientific age, ഈ ശാസ്ത്രീയ കാലഘട്ടത്തിൽ we want reason for every belief. എല്ലാ വിശ്വാസത്തിനും കാരണങ്ങൾ അന്വേഷിക്കുന്നവരാണ്. For scientific community, ശാസ്ത്രീയ കാര്യങ്ങളെ പഠിക്കാനായിട്ട് believe in anything, they demand concept, not the word. അവർക്ക് അതിന്റെ തെളിവുകളാണ് ആവശ്യം, വാക്കുകൾ മാത്രമല്ല. For example, Sir Isaac Newton, he discovered the concept of gravitational law. The word gravitation was not in the dictionary when he discovered. ഈ ഭൂഗുരുത്വ ശാസ്ത്രം കണ്ടെത്തിയതായിട്ടുള്ള സർ ഐസക് ന്യൂട്ടൺ എന്നുള്ള അദ്ദേഹം ആ ഭൂഗുരുത്വ കൺസെപ്റ്റ് കണ്ടെത്തിയ സമയത്ത് അങ്ങനെ ഒരു പദം ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. Bulb Edison, when he discovered the electricity was but not in the dictionary. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിസിറ്റി കണ്ടെത്തിയ സമയത്ത് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു പദം ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. So can you say, because the electricity word was not in dictionary, I will not believe in electricity itself? ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു പദം ഡിക്ഷണറിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി വിശ്വസിക്കുകയല്ലെന്ന് സഹോദരാ നീ പറയുമോ? If you say like this, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, can we give one shock of electricity to you? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോക്ക് തന്നിരിക്കും ഇലക്ട്രിസിറ്റി In കൊണ്ട്. the same manner, അതേപോലെ Father Ignatius was the first man who wrote the word Trinity in his seventh letter to Ephesus. എഫെസോസുകാർക്ക് എഴുതിയ 7-ാമത്തെ ഇതിൽ ആ കത്തിനകത്ത് സഭാപിതാവിൽ ഒരാള് തൃത്വം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. He says, when I say Trinity, I mean there are three persons, and we can see during the baptism of Christ in Matthew chapter 3 verse 15 to 17, when Christ took baptism, he was on the earth, Holy Spirit came in the form of dove, and Father spoke from heaven. So he says, I mean there are three persons, they were exist during the baptism of Christ. അദ്ദേഹം ആ കത്തിനകത്ത് വിശദമാക്കിയത് എങ്ങനെയാണ്, പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രി ഏക ദൈവം, ആ ദൈവം ത്രി ഏകനായിരിക്കുന്ന ദൈവം ഭൂമിയിൽ യേശു ക്രിസ്തുവായിട്ട് സ്നാനപ്പെടുവാനായിട്ട് വന്ന സമയത്ത് തന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിച്ചു. ഏകദൈവത്തിലുള്ള 3 വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ആ കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. But question is, who discovered the concept of Trinity? ആരാണ് തൃത്വം എന്നുള്ള പദം കണ്ടെത്തിയെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, In Matthew chapter 22 41 to 46 says, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, Jesus asked a question, what do you think about me? Who is the son of Messiah? നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? മശിഹ ആരുടെ പുത്രനാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് കർത്താവ് ജനത്തോട് ചോദിച്ചു.
They said, you are the son of David. ഉടനെ തന്നെ അവർ പറഞ്ഞത്, നീ ദാവീദിന്റെ പുത്രനാകുന്നു. Jesus quoted Psalm 110 verse 1 and he says, David says in the spirit of the inspiration that Lord said to my Lord, sit at my right hand until I put your enemy to your footstool, and he was inspired by the Holy Spirit. So Jesus says, Lord said to my Lord, there are two Lords, and message was brought by the Holy Spirit. So the concept of these three persons was revealed on the David. It is not the Christian doctrine. അതേ ചോദ്യത്തിന് കർത്താവ്, അവർ പറഞ്ഞ മറുപടിക്ക് കർത്താവ് ഉത്തരം കൊടുക്കുന്നത് മറുചോദ്യമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. 110 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ പറയുന്നവനായ ഒരു കർത്താവ്, ആ കർത്താവ് വിളിക്കുന്ന വേറൊരു കർത്താവ്, ദൈവം പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കുന്നു. ആ ദൂത് അയക്കപ്പെട്ടതായ ആത്മാവ്. അപ്പൊ ഏക ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിരുന്നു. And Jesus did not discuss with ordinary people. He discussed with the experts of religion, Sadducees and Pharisees, who were the master of law. And verse 46 says, that day onwards, no one was dare to ask the question. It means Christ's interpretation was so excellent. യേശു കർത്താവ് സംസാരിച്ചത് സാധാരണപ്പെട്ട ജനങ്ങളോടല്ല. അവിടെ യഹൂദന്മാരുടെ വേദജ്ഞാനികളായിരിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ശാസ്ത്രിമാരും സാധുക്യ പ്രമാണികളുമായിട്ടുള്ള ആളുകളോടാണ് കർത്താവ് സംസാരിച്ചത്. അതിന്റെ 22-ാം മത്തായി 22:46 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അന്ന് മുതൽ അവർ ആരും അവനോട് ഒരു ചോദ്യം ചോദിക്കാൻ തുനിഞ്ഞില്ല. കാരണം അവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നത് ഒന്നുകൂടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ്. David discovered the concept of three persons. ആ തൃത്വം എന്നുള്ള ആ ആശയം അത് വേറെ ആരും തന്നെ കൊണ്ടുവന്നല്ല, വേദപുസ്തകത്തിലുള്ളത് തന്നെയാണ്. Christ argued and established. കർത്താവ് അത് ദാവീദ് പറഞ്ഞായിട്ട് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. Apostle preached and Father Ignatius wrote it down. ഫാദർ ഇഗ്നേഷ്യസ് അത് എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പോസ്തലന്മാർ അത് പ്രസംഗിച്ചിരുന്നു. Now question is for M.M. Akbar. ഇപ്പോൾ ഞങ്ങൾ M.M. അക്ബർ സാഹിബിനോട് ചോദ്യം ചോദിക്കുകയാണ്. In his Quran it says, Quran chapter 29 verse 46 say, your God and our God is same God. സൂറ 29:46 പറയുന്നു, നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാകുന്നുവെന്ന്. So God of David revealed Trinity concept on David. ദാവീദിന്റെ കാലഘട്ടത്തിൽ തന്നെ ദാവീദ് സബൂർ എഴുതിയപ്പോൾ തൃത്വത്തിന്റെ ആശയം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. If same God was the God of Muhammad, മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ടതായ അതേ ദൈവമാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമെങ്കിൽ, then in Quran chapter 4 verse 171 Muhammad denies the Trinity. സൂറ 4:171 മുഹമ്മദ് നബി തൃത്വം എന്നുള്ള പദത്തെ തിരസ്കരിക്കുന്നു. അല്ലാഹു തന്നെ അതിനെ തിരസ്കരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. Moreover, in Quran chapter 5 verse 116 and 17 Allah asked Jesus, or he will ask Jesus, did you say to mankind worship me and my mother, two gods beside Allah? സൂറ 5 Chapter 5 verse 116 and 17. 116-117 ആയത്തുകളിൽ അന്ത്യ ഖിയാമത്ത് നാളിൽ അല്ലാഹു ചോദിക്കാനിരിക്കുകയാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാനിരിക്കുകയാണ് ഈസയോട്, നീ എന്നെ കൂടാതെ നിന്റെ മാതാവിനെയും എന്നെയും, അതായത് ഈസയും ദൈവങ്ങളായിട്ട് ആരാധിക്കുവാൻ പറഞ്ഞുവോ എന്ന്. And Jesus says no. യേശു കർത്താവ് അപ്പൊ പറഞ്ഞിട്ടില്ല. Here is a many question. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. Is Allah omniscient? അല്ലാഹു സർവജ്ഞാനിയാണെങ്കിൽ, if Jesus said and he is omniscient, then he would have known in the first century. അല്ലാഹു ഈസ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്ന് തന്നെ ചോദിക്കണമായിരുന്നു, ഈസയോട് നേരിട്ട് ചോദിക്കണമായിരുന്നു. Second, he says Trinity means Father, Allah, Jesus Son and Mary Mother. I wonder Allah got this idea from where? Which Bible? Even Roman Catholic Bible doesn't have this concept. How Allah got this idea in his mind? അപ്പോൾ അല്ലാഹു വീണ്ടും ചോദിക്കുന്നത്, നീ, ഞാന്, നിന്റെ അമ്മ, ഇങ്ങനെയുള്ള 3 ദൈവങ്ങൾ എന്നുള്ള അതാണ് തൃത്വം എന്നുള്ള ഐഡിയ അല്ലാഹുവിന് ആരാ പറഞ്ഞു കൊടുത്തത്? And if M.M. Akbar can, we wish him, we want him at any cost to come and have a discussion. He has spoken so much and he is hiding. If he can come, it will be really appreciated. M.M. അക്ബർ സാഹിബ് ഇതുപോലുള്ളൊരു വേദിയിലേക്ക് വരികയാണെങ്കിൽ സാദരപൂർവ്വം ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് വരുവാനായിട്ട്.
അദ്ദേഹം എന്തിനാണ് മറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നതുമില്ല. Yeah, there are some other questions. We will deal each one up. ഒരു കൊച്ചൊരു ഉത്തരം പറയാണ്. 2 മുസ്ലിം സഹോദരങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിരുന്നില്ല, അവർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന്. ഇപ്പം സംസാരിച്ച ആൾ അസ്ഗർ അലിയാണ്, മറ്റേത് അബ്ദുൽ ഹാലിമാണ്. ഇച്ചിരി മുമ്പ് നമുക്ക് അറബി ഭാഷയിൽ ബൈബിൾ വായിച്ചത്, അദ്ദേഹവും സംസാരിക്കുന്നതായിരിക്കും. Yeah, someone has asked about journey of the Prophet Muhammad. മുഹമ്മദ് പ്രവാചകന്റെ യാത്രയെ പറ്റി ചിലർ ചോദിച്ചു. In one night he was sleeping, he got one dream. ഒരു രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കിട്ടി. It is in Quran chapter 17. അത് ഖുർആൻ 17 സൂറ 17ലാണ്, 17ലാണ്. Subhanalladhi asra bi abdihi laylan min al-masjid al-haram ila al-masjid al-aqsa ki God who took his prophets from Masjid Haram to Masjid Aqsa, Makkah to Jerusalem. സൂറ 17 പറയുന്നത് പ്രവാചകനെ മെക്കയിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുപോയി എന്നാണ്. And this brother has asked about this, was the political, so I don't think it was political or something. അതിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഈ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമായി ഒന്നും ഞാൻ കാണുന്നില്ല. This dream is very long. ഈ സ്വപ്നം വളരെ ദീർഘമായതാണ്. It is not clear in the Quran. ഖുറാനിൽ അത് വ്യക്തമായിട്ടില്ല. If you read hadith, ഹദീസിൽ നാം വായിക്കുകയാണെങ്കിൽ then you can understand what Muhammad had did on that time. ഹദീസിൽ നാം വായിക്കുകയാണെങ്കിൽ മുഹമ്മദ് അന്ന് എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. But it is very funny story. If you read it, you will enjoy also. വളരെ രസകരമായ ഒരു കഥയാണത്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള എല്ലാ അവസരങ്ങളും അതിലുണ്ടാവും. Thank you. സമയത്തിന്റെ പരിമിതി മൂലം ചില ചോദ്യങ്ങൾ വളരെ ചുരുക്കമായി ഞാൻ ഉത്തരം പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ക്രിസ്തു മതത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ബൈബിളിൽ പ്രതിപാദിച്ച പ്രവാചകന്മാർ മുഴുവൻ പുരുഷന്മാരാണ്. എന്തുകൊണ്ട് സ്ത്രീ പ്രവാചകന്മാർ ഇല്ലാതെ പോയി? അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം അതിന്റെ 9 വാക്യം. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ലോകം പന്നിഫനി ഭീഷണിക്കിരിക്കെ പന്നിമാംസം വർജിക്കാൻ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ക്രിസ്തുമതം പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ട്? പന്നിപ്പനിയും പന്നിമാംസവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ആദ്യം ചിലർ തെറ്റിദ്ധരിച്ചിരുന്നിരിക്കാം. ചോദ്യകർത്താവ് ആ തെറ്റിദ്ധാരണയിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ശാസ്ത്രീയമായി പന്നിപ്പനിയും പന്നിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല ചോദ്യകർത്താവിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി. പഴയ നിയമത്തിൽ പന്നിയെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ ഞങ്ങൾ എന്തുകൊണ്ട് അത് അനുവദിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. പഴയ നിയമം വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ ആവർത്തന പുസ്തകം 14 അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുന്നത്, നിങ്ങളെ ഞാൻ സകല രാഷ്ട്രങ്ങളിൽ നിന്നും സകല ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു. ലേവ്യ പുസ്തകം 20 അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും ദൈവം പറയുന്നത്, നിങ്ങളെ ഞാൻ വേർപെടുത്തി എടുത്തിരിക്കുന്നത് കൊണ്ട് വേർപാടിന്റെ ഒരു ചിഹ്നമായിട്ട് ഞാനിത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായം അതിന്റെ 9 മുതൽ 29 വരെ വാക്യങ്ങളിലും 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പത്രോസിന് ദർശനം കിട്ടുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനോട് ദൈവം പറയുന്നത്, ഞാൻ ഒരു ജാതിയെയും ഇനി മുതൽ എല്ലാ ജാതിയിൽ നിന്നും തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് ആ ചിഹ്നവും മാറ്റിയിരിക്കുന്നു. ബൈബിൾ ആദ്യം അത് കൊടുത്തപ്പോൾ അതിന്റെ കാരണം കൊടുത്തു. ബൈബിൾ രണ്ടാമത് മാറ്റിയപ്പോൾ യുക്തിപരമായ ഒരു കാരണവും മുമ്പോട്ട് വെച്ചു. ഇത് രണ്ടും വായിക്കാതെ ഖുറാൻ മാത്രം വായിച്ചുകൊണ്ട് പന്നിയെ മാത്രം നിങ്ങൾ വിലക്കുന്നത് എന്ത്? ഒട്ടകവും വിലക്കേണ്ടതാണ്. ഒട്ടകത്തെയും ബൈബിൾ നിരോധിച്ചിട്ടുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ പന്നിയെ നിരോധിച്ച ഭാഗത്ത് തന്നെ ഒട്ടകത്തെയും നിരോധിച്ചിട്ടുണ്ട്. ഒട്ടകം മ്ലേച്ഛകരമായ ഒരു മൃഗമാണ് യഹോവയുടെ ദൃഷ്ടിയിൽ. അങ്ങനെയെങ്കിൽ ഇസ്ലാം ഒട്ടകത്തെ കഴിക്കുന്നത് എങ്ങനെ? ഒട്ടകം സകല മൃഗങ്ങളെക്കാളും 7 ഇരട്ടി വിശുദ്ധിയുള്ളതാണെന്ന് ഖുറാൻ പറയുമ്പോൾ ഖുറാനും ന്യായപ്രമാണത്തെ ഖണ്ഡിക്കുന്നില്ലേ? അതിനുള്ള കാരണം എന്താണ്? ഞങ്ങൾ യുക്തിപരമായി കാരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചതുപോലെ നിങ്ങൾ യുക്തിപരമായി ഒരു കാരണമെങ്കിലും ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധമായ ദൈവം എന്ന് പറയുന്നത് ശരിയാണോ? പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുന്നതല്ലേ ശരി? പുതിയ നിയമത്തിൽ തന്നെ 2 രീതിയിൽ പറഞ്ഞാലും പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എങ്ങനെ പറഞ്ഞാലും ആശയം നിങ്ങൾക്ക് കറക്റ്റായി ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ തന്നെ പുത്രനെ ദൈവമെന്ന് വിളിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്.
എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. എബ്രായ ലേഖനം 1:8. ദൈവമേ നിന്റെ സിംഹാസനം, പുത്രനെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് എബ്രായ ലേഖനക്കാരൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ